കോമള ഓ നമ്മളുടെ എന്താ പറയുക കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? കൊല്ലം കൂട്ടുന്നല്ലേ? ഇതാ സഹോദരൻ, അളിയൻ, എന്റെ അളിയൻ, പിന്നെ മക്കള്, മരുമക്കള്. അതായത് ദീപു വന്നിട്ടുണ്ട്, ധരുൺ വന്നിട്ടുണ്ട്, പിന്നെ ദിവൻ വന്നിട്ടുണ്ട്. ദിവൻ ഇപ്പൊ വരുന്ന പ്രതീക്ഷിക്കാം. അതാ നാത്തോൻ ദിവ്യ ജോഡി. പിന്നെ മക്കള് മരുമക്കളിതാ കുഞ്ഞു, അങ്ങനെതാ ഉണ്ണിമായ. ഇന്ന് മീനൊക്കെ വാങ്ങിയില്ലേ നമ്മ? മീനൊക്കെ വാങ്ങി നമ്മളിതാ വറുത്തത് വേറെ, പപ്പടം വേറെ, മീൻ ചാറ് വേറെ. പക്ഷെ ഇതെല്ലാം നമ്മളെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാണ്. അതിലേറെ പ്രാധാന്യം ഏതറിയോ? ഈ മക്കളൊന്നും കണ്ടിട്ടില്ല. ഒന്ന് ഹായ് പറ. ധരുൺ ആള് ജിമ്മാണ്. ജിമ്മ് ധരുൺ അതായത് അളിയന്റെ മക്കള്. മൂന്നാമത്തെ മകൻ മേളക്കാരനാണ്. ആ ഒരു കമ്മല് കടുക്കൻ കാണിച്ചു കൊടുക്ക്. അദ്ദേഹത്തിന്റെ പേര് ദീപു. പിന്നെ ഇതാ താടി, ഇതാണ് മച്ചാൻ ദേവദാസ്, സ്വർണ്ണപ്പണി, കൊല്ലംകോട്. സ്കൂള് പൂട്ടിയപ്പോ മക്കളെയും കൂട്ടിയിട്ട് പിന്നെ മക്കളെയും കൂട്ടി ഇവിടേക്ക് വന്നതാണ്. ഒരാളുണ്ട്, അയാൾക്ക് അല്പം പനി എന്ന് പറഞ്ഞ കിടക്കുകയാണ്. വരും, പനിയായതുകൊണ്ട് നമ്മള് എന്താ പറയാ മരുന്നും കഴിച്ച് കിടക്കുകയാണ് മൂത്ത കുട്ടി. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിനെല്ലാം പ്രാധാന്യമായിട്ട് ചുക്കാൻ പിടിച്ച് നിൽക്കുന്ന ഒരാൾ കൂടി ഉണ്ട്. അതാ ഇവരുടെ അമ്മ, ഇതാ അമ്മ ദിവ്യ, നാത്തോൻ, അളിയന്റെ ഭാര്യ. 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ ചോറിന് ഒരു കുഞ്ഞു വാവ, നമ്മുടെ പാട്ടിലും കളിയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഉണ്ണിവാവ. എല്ലാം പാടുമ്പോഴൊക്കെ കണ്ടിട്ടല്ലോ, താൻ തിന്നാനോ ആ കുഞ്ഞുവാവയാണത്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഞങ്ങള് കാണിച്ചു തരികയാണ്. സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കൂട്ടായ്മയുടെ, ബന്ധുത്വത്തിന്റെ ഒക്കെ ഒരു അടയാളമാണ് ഈ ഒരു കാഴ്ച. എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക. ഇതിനിടയിൽ ഇതാ മൂത്ത മരുമകളും കയറി വന്നു, മകൾ എന്ന മരുമകള് അമ്മു. പിന്നെ അതാ ഒരാൾക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. താൻ തന്നെ പാട്ട് പാടിയ കുട്ടിയാണ് അച്ചു, മരുമകള്. എന്തിനറിയോ? ഈ സൗഹൃദത്തിന്റെ അടയാളം എന്ത്, ബന്ധങ്ങളുടെ അടയാളം എന്ത് എന്ന് തെളിയിക്കുന്നതായ ഒരു അനുഭവ പാഠമാണ് ഈ ഒരു കൂട്ടായ്മ. ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക, സൗഹൃദത്തിൽ പങ്കുവെക്കുക, 2 ദിവസം 3 ദിവസം ഇരിക്കുക, അങ്ങനെ എല്ലാവരും കാണും. ഞങ്ങളുടെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെച്ചതാണ്. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്ഷപ്പെട്ട സ്വാമി നെന്മാര പ്രിയ സഹധർമ്മിണി കോമളം. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. സ്നേഹത്തോടെ നമസ്കാരം.